നമസ്കാരം. റേക്കി ഇന്നർ വിഷൻ, ഉള്ളിലേക്കുള്ള നോട്ടം, ദർശനത്തിൻ്റെ അഥവാ കാഴ്ചയുടെ പരിശീലനത്തെ സംബന്ധിച്ച രീതികളാണ് ഇവിടെ പറയുന്നത്. ഈ രീതി ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് കണ്ണുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ പറയുന്ന തന്ത്രങ്ങൾ അവയെ ആശ്രയിച്ചുള്ളവയാണ്. ആദ്യത്തെ കാര്യം, കണ്ണുകൾ ശരീരത്തിലെ ഏറ്റവും അശരീരികളായ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ശരീരബന്ധമുള്ള ഭാഗങ്ങളാണ്. ദ്രവ്യത്തിന് ദ്രവ്യേതരമാകാൻ കഴിയുമെങ്കിൽ കണ്ണുകളുടെ കാര്യവും അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ കണ്ണുകൾക്ക് ദ്രവ്യേതരമാകാൻ സാധിക്കും. കണ്ണുകൾ ഭൗതികമാണ്, അതേസമയം അവ ഭൗതികേതരമായ വസ്തുവും കൂടിയാണ്. നിങ്ങളുടെയും നിങ്ങളുടെ ശരീരത്തിൻ്റെയും സംഗമ ബിന്ദുവാണ് നേത്രങ്ങൾ. ഈ സംഗമം, ഒത്തുചേരൽ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ഇത്ര ആഴത്തിലുള്ളതല്ല. അപ്പോൾ മനുഷ്യ ശരീരവും നിങ്ങളും വളരെ വ്യതിരിക്തങ്ങളാണ്. വളരെ അകലമുണ്ട് ഇവയ്ക്കിടയിൽ. എന്നാൽ നേത്രങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശരീരത്തോടും ശരീരം നിങ്ങളോടും ഏറ്റവും അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗങ്ങളാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഒന്ന് നിങ്ങളും ഒന്ന് നിങ്ങളുടെ ശരീരവും. അപ്പോൾ നിങ്ങളുമായിട്ടും കണ്ണുകൾക്ക് ബന്ധമുണ്ടാകും, നിങ്ങളുടെ ശരീരവുമായിട്ടും കണ്ണുകൾക്ക് ബന്ധമുണ്ടാകും. അതുകൊണ്ടാണ് നയനങ്ങളെ ആന്തരിക യാത്രയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത്. കണ്ണുകളിൽ നിന്നുള്ള ഒരൊറ്റ ചാട്ടത്തിന് നിങ്ങളെ പ്രഭവം, അതിൻ്റെ ഉറവിടത്തിലെത്തിക്കാനാവും. കയ്യിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ അത് സാധ്യമല്ല. നമുക്കൊരു സങ്കല്പം, ഒരു ലോകത്തെക്കുറിച്ച് സങ്കല്പം, വേറൊരു രാജ്യത്തെക്കുറിച്ച് സങ്കല്പിക്കും. ഒരു ചാട്ടത്തിന് തന്നെ കണ്ണുകൊണ്ട് അവിടെ എത്താൻ സാധിക്കും വളരെ പെട്ടെന്ന്. അതേസമയം ശരീരത്തിൻ്റെ മറ്റേതൊരു അവയവവും അതിന് പാകപ്പെട്ടതല്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ യാത്രയുടെ ദൈർഘ്യം വളരെ ബൃഹത്തായിട്ടുള്ളതായിരിക്കും. മറ്റിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഹൃദയത്തിലൂടെ നിങ്ങൾ ചിന്തിച്ചാൽ യാത്രയുടെ ആ ദൈർഘ്യം കൂടുതലായിരിക്കും. അകലം അത്രയേറെയാണ്. എന്നാൽ കണ്ണുകളിൽ നിന്ന് തന്നിൽ തന്നെ കയറിപ്പറ്റാൻ ഒരൊറ്റ ചുവട് മതി. വളരെ പെട്ടെന്ന് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു കയറി നമുക്ക് ഈ പ്രപഞ്ചമാകമാനം, യൂണിവേഴ്സിനെ മൊത്തത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കണ്ണുകൾ വളരെ ലോലവും ചഞ്ചലവുമാണ്. ആ ചലനത്തിന് അതിൻ്റേതായ താളവും രീതിയും യന്ത്രസംവിധാനം, മെക്കാനിസവുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഒരു ക്രമവുമില്ലാതെ തോന്നിയതുപോലെ ചലിക്കുന്നത് അവയ്ക്ക് അവയുടേതായ താളക്രമമുണ്ട്. തോന്നിയ പോലെ ചലിക്കുന്നതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രയോഗശാസ്ത്രം. ആ താളം പല കാര്യങ്ങളും പ്രകടമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ലൈംഗിക ചിന്തയുണ്ടെങ്കിൽ കണ്ണുകൾ വ്യത്യസ്തമായി മാറുന്നു, മറ്റൊരു താളത്തിൽ ആണ് ചലിക്കുക. നിലവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണിൻ്റെ നയനങ്ങളുടെ ചലന സ്വഭാവത്തിൽ വ്യതിയാനം സംഭവിക്കുന്നു. ആ ഒരു റിതം മാറി വരുന്നു അവിടെ. നിങ്ങളുടെ കണ്ണുകളിൽ വിശപ്പ്
പ്രകടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും നിങ്ങളുടെ നയനങ്ങളുടെ ആ പ്രതിഫലനം. അപ്പോൾ എന്താണോ ചിന്തിക്കുന്നത്, അപ്പോൾ ചിന്തയാണ് നിങ്ങൾക്കുള്ളിൽ നടന്നു വരുന്ന ഏത് തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ നടന്നു വരുന്നത് എന്ന് കണ്ണുകളെ നോക്കി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ചിന്ത മനസ്സിലുള്ളപ്പോൾ കണ്ണുകൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ, ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേത്രചലനങ്ങളും മനസ്സിലെ ചിന്തയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നോർക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണുകളെയും അവയുടെ ചലനത്തെയും നിർത്തിവെച്ചാൽ നിങ്ങളുടെ ചിന്താ പ്രക്രിയ താനെ നിലച്ചു പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മനോവ്യാപാരങ്ങൾ ചലനമറ്റതാവുമ്പോൾ സ്വാഭാവികമായും കണ്ണുകളും ചലനമില്ലാതെയായിത്തീരും. അപ്പോൾ നിശ്ചേഷ്ടമായിട്ടുള്ള നയനങ്ങളോടുകൂടി ധ്യാനത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണിത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി, കണ്ണുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് എയിൽ നിന്ന് ബിയിലേക്ക്, അല്ലെങ്കിൽ ഖായിൽ നിന്ന് ഇഖായിലേക്ക് അത് ഊർന്നൊഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണ് ഏത് സമയവും. അപ്പോൾ നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കും അവ. കായിൽ നിന്ന് ഖായിലേക്കും അവിടെ നിന്ന് ഗായിലേക്കും, അങ്ങനെ, അല്ലെങ്കിൽ എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി, സിയിൽ നിന്ന് ഡി, ഇതിങ്ങനെ അകന്നകന്ന് പോകും. അപ്പോൾ നമ്മൾ വളരെ സ്വത്വാവബോധത്തിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കും ഈ കണ്ണിൻ്റെ ഒഴുക്കിനനുസരിച്ച്. അപ്പോൾ നിരന്തരം ഇതിങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നു. അവ ഖായിൽ നിന്ന് ഖായിലേക്കും അവിടെ നിന്ന് ഗായിലേക്കും അങ്ങനെ നിരന്തരം ചലിച്ചുകൊള്ളും. ചലനം അവയുടെ സ്വഭാവമാണ്. അപ്പോൾ അത് ഒഴുകുന്ന നദിയെ പോലെയാണ്. കണ്ണിൻ്റെ ചലനം എന്നുള്ളത് ഒഴുകുന്ന നദി പോലെയാണ്. അതിൻ്റെ സ്വഭാവമാണത്. ചലനമാണ് അവയുടെ പ്രകൃതം. അപ്പോൾ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രകൃതം ചലനം ആണ്. അപ്പോൾ ആ ചലനം ഹേതുവായി അവ കൂടുതൽ ചൈതന്യപൂർണ്ണമാണ്. ചലനം ജീവിതം കൂടിയാണ്. അപ്പോൾ കണ്ണുകളെ ഒരു പ്രത്യേക ബിന്ദുവിൽ നമ്മൾ പ്രത്യേക വസ്തുവിൽ ഉറപ്പിച്ച് അവയെ ചലനരഹിതമാക്കാൻ ശ്രമിക്കാവുന്നതാണ്. എങ്കിലും ചലനമാണവയുടെ സ്വഭാവം. നിങ്ങൾക്ക് ചലനമില്ലാതാക്കാൻ കഴിയില്ല, എന്നാൽ കണ്ണുകളെ ഉറപ്പിച്ച് നിർത്താൻ കഴിയും. ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും നിയന്തമായ ഒരു ബിന്ദുവിൽ കണ്ണുകളെ തളച്ചിടാൻ കഴിയും. ചുമരിലുള്ള ഒരു അടയാളത്തിലെന്ന പോലെ അതിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ അങ്ങനെ കണ്ണുകളുടെ ആ ഒഴുക്കിനെ, നദി പോലെയുള്ള ഒഴുക്കിനെ നാം നിരോധിക്കുകയും ധ്യാനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റേക്കിയെ നല്ല രീതിയിൽ പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റേക്കി ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കണ്ണുകളിങ്ങനെ ഈ യൂണിവേഴ്സിലേക്കാണ് നമ്മൾ തുറക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം കാണുന്നത് തൊട്ട് മുമ്പിൽ ഇങ്ങനെ വാനലോകങ്ങൾ, ആകാശങ്ങൾ, മിൽക്കി വേയ്സ്, അങ്ങനെ അനുസ്യൂതമായ ഒരു യാത്ര കണ്ണിങ്ങനെ പോയി കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ റേക്കിയുടെ പ്രഭവസ്ഥാനത്ത് നിന്ന് നമുക്ക് റേക്കിയെ ഈ പാരലായിട്ട് ഒഴുകുന്ന എനർജിയെ വെർട്ടിക്കൽ ചാനലൈസേഷനിലൂടെ നമ്മളുടെ ക്ഷടാധാരങ്ങളിലൂടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. കണ്ണുകളെ നിശ്ചേഷ്ടമാക്കി ധ്യാന സമാധിയിലേക്ക് പോയി റേക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റേക്കിയെ സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ണുകൾ ഒരു പ്രത്യേക ഭാവത്തിൽ നിങ്ങളിൽ തന്നെ ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് കൈകളിങ്ങനെ പരസ്പരം അഭിമുഖമായി പിടിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചബോധം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഷഡാധാരങ്ങൾ തുറക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. മൂലാധാരം എന്ന് പറയുന്ന ചക്രത്തെ നിങ്ങൾക്ക് കടും ചുവപ്പിൽ ദർശിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിൽ തന്നെയാണ് കണ്ണിരിക്കുന്നത്. ചക്രങ്ങളും നിങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മൂലാധാരത്തിൻ്റെ 4 തലങ്ങളും ചുവപ്പ് നിറവും
നിങ്ങൾ ഈ കൈകൾക്കുള്ളിലേക്കിലൂടെ പ്രവഹിക്കുന്ന ഊർജം കൊണ്ട് നിങ്ങൾക്കതിനെ ഊർജ്ജവൽക്കരിക്കാൻ സാധിക്കും. ഇപ്പോൾ മൂലാധാര ചക്രത്തിൻ്റെ കേടുപാടുകൾ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചലിക്കാനുള്ള കഴിവുണ്ടാകും, സർവൈവൽ കപ്പാസിറ്റി ഉണ്ടാകും. അപ്പോൾ നട്ടലിൻ്റെ കീഴറ്റത്തുള്ള മൂലാധാര ചക്രമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രം. അതുപോലെ ധ്യാനിക്കാനാണെങ്കിൽ തന്നെ ഈ കുണ്ടലിനി പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെ ഈ മൂലാധാരം ശരിയായാൽ മാത്രമാണ് അഷ്ടൈശ്വര്യസിദ്ധികളായിട്ട് ഉണ്ടാകുന്ന കുണ്ടലിനിയുടെ ജാഗരണം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് മൂലാധാരം, കുണ്ടലിനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ നമുക്ക് ധ്യാനിക്കാം. മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തുരത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലാതാ സമരുചി ഷഡ്ചക്രോ പരിസംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസന്തോതനീയസി. അങ്ങനൊരു ഇതിൽ ഒരു റൈമിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് ക്രമീകരിക്കുമ്പോൾ മാത്രമാണ്, ഇരുന്ന് ചെയ്യുമ്പോൾ മാത്രമാണ് റേക്കി പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റേക്കി വെറുതെ പഠിച്ചു, എനിക്ക് റേക്കി അറിയാം എന്നിങ്ങനെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അതിനെ പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ്. അതിനെ മിനുക്കിയെടുക്കുക, തിളക്കിയെടുക്കുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുക, നമുക്കും ഉപകാരപ്രദമാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ചക്രങ്ങൾ ശുദ്ധീകരിക്കാൻ നയനങ്ങൾ, കണ്ണുകൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. കണ്ണുകളുടെ ദ്രുതഗതിയിലുള്ള ഓട്ടപ്പാച്ചിലിൽ നിന്ന് വിമോചിതയായി നിങ്ങൾ സമാധി അവസ്ഥയിലേക്ക് വന്ന് റേക്കി പ്രാക്ടീസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.